ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നും വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം കിച്ചൺ ടിപ്സുകളായിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് കമൻസിലൂടെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കണം. നമ്മൾ കാണിക്കുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കുറേ അധികം ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പം കറിയൊന്നും കൂട്ടാണ്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കിപ്പോൾ എങ്ങടെയെങ്കിലുമൊക്കെ പോകണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ടൈമില്ല, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് വേണം താനും, എന്നാലത് ഉണ്ടാക്കാനൊക്കെ ടൈം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് കറിയൊന്നും ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിന് എല്ലാവർക്കും മാവ് കുഴയ്ക്കാനൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ മാവൊക്കെ ഒന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചധികം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലെയർ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരൊറ്റ ലെയറായിട്ട് നമുക്ക് ഇടിയപ്പം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വീണ്ടും കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാനൊക്കെ ടൈമില്ലാത്ത സമയത്തും അതേപോലെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് പാടില്ലാത്ത ടൈമിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയൊന്നും കൂട്ടാണ്ട് നമുക്ക് ഇടിയപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഞാൻ ഇതേപോലെ എല്ലാ ഇടിയപ്പത്തിൻ്റെ സെൻറ്ററിലായിട്ടും കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പഞ്ചസാരയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നല്ല മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര വെച്ച് കൊടുക്കുക. ഇനി അങ്ങനെ പഞ്ചസാര കഴിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര, ചീകിയ ശർക്കര ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മധുരത്തിന് നോക്കിയിട്ട് ലൈറ്റായിട്ടുള്ള മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ എല്ലാത്തിലും പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ആ തേങ്ങയ്ക്കും പഞ്ചസാര ഒന്ന് കവറായിട്ട് വരുന്ന രീതിയിൽ ഒരു ലെയറും കൂടെ ഇടിയപ്പം ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങയൊക്കെ പുറത്തേക്ക് പോവുകയുമില്ല. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഇടിയപ്പം കടിക്കുമ്പോൾ സെൻറ്ററിലായിട്ട് നമുക്ക് ആ ഒരു മധുരവും തേങ്ങയൊക്കെ കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കുള്ളൂ കേട്ടോ. അപ്പം മധുരത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, കറി വേണ്ടാന്ന് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുകളിലായിട്ടും കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് ഒരു 5-10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇടിയപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളൊരു മെത്തേഡ്, ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ പോയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഇടിയപ്പം ഇങ്ങനെ കഴിക്കാനായിട്ട്, വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ, തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോടെ നമുക്ക് വീട്ടിൽ എങ്ങനെ റെഡിയാക്കി എടുക്കാന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് സാധാ തുവരപ്പരിപ്പ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകി ഞാനൊരു 3-4 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോക്കായിട്ട് കിട്ടണോട്ടോ. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പോരണം കേട്ടോ പരിപ്പ്. അതേ രീതിയിൽ സോക്ക് ചെയ്ത് കിട്ടണം. എന്നിട്ട് നന്നായിട്ട് സോക്കായിട്ട് വന്നാൽ ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. കുറേശ്ശെയായിട്ട് പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഇതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇതേപോലെ ചെറിയ തരികളുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ചില പരിപ്പുകൾ മുഴുവനായിട്ടുണ്ട്, അതേപോലെ ചെറുതായിട്ട് ചിലതൊക്കെ ഇങ്ങനെ ഒന്ന് ക്രഷ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഒരുപാട് ആദ്യത്തെ പോലെ ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇടവിട്ട് ഇങ്ങനെ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നത് നമുക്ക് ആ ഒരു പരിപ്പോട് ഷേപ്പ് ചെയ്ത് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോവാണ്ട് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കാൻ പറയുന്നത്. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക്
ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 വലിയ വെളുത്തുള്ളിയുടെ അല്ലികൾ എടുത്തിട്ടുണ്ട്, അതേപോലെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി എടുക്കുക കേട്ടോ. അപ്പം ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഫസ്റ്റ് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് ചെറിയുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പച്ചമുളകും കുറച്ച് നമ്മൾ എടുത്തു വെച്ചുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ പരിപ്പോടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അരിഞ്ഞ് എടുക്കുന്നതിലും എപ്പോഴും നല്ലത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. നമ്മൾ കട്ട് ചെയ്യുന്നതും ക്രഷ് ചെയ്യുന്നതും തമ്മിൽ നല്ല ടേസ്റ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ പരിപ്പ് ക്രഷ് ചെയ്ത് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു 2.25 ടീസ്പൂണോളം അരിപ്പൊടി, അത് നൈസായിട്ടുള്ള അരിപ്പൊടി, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ലൊരു കളറുള്ള പരിപ്പോടെ കിട്ടില്ലേ, അതേപോലെ കിട്ടൂട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ കടയിൽ കിട്ടുന്ന നല്ലൊരു ഫ്ലേവറുള്ള നല്ലൊരു ടേസ്റ്റുള്ള പരിപ്പുവട നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്നിലേക്ക് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വരുന്ന ടൈമിൽ ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം കയ്യിൽ വെച്ച് ഒട്ടും കട്ടിയില്ലാണ്ട് കനം കുറച്ചിട്ട് ഇതേപോലെ പരിപ്പുവടയുടെ ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആ സൈഡ് പോർഷനൊക്കെ നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം ഇവിടെ പരത്തിയെടുക്കാനായിട്ട്. അപ്പോഴാണത് ഫ്രൈ ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ആ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ഞാനൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. കാരണം കുറച്ച് ടൈം എടുക്കും പരിപ്പോടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കുകയും ചെയ്യരുത്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്നിങ്ങനെ ഫ്രൈ ആയി തുടങ്ങിയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി നല്ലൊരു കളറിലേക്ക് വന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പരിപ്പുവട വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറുമാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പരിപ്പുവട. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ പരിപ്പുവട നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി നല്ല ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ വെള്ളയപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ 2 കപ്പ് പച്ചരി എടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സാധാ പച്ചരിയാണ് കേട്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ അപ്പം എപ്പോഴും അരച്ച് വെക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കും പൊന്താൻ, അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർക്കാറുണ്ട്. അല്ലെങ്കിൽ പുളിച്ച മാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുളിമാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കില്ല, അല്ലെങ്കിൽ തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കും. പക്ഷേ ഇതിൽ നമ്മൾ പുളിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു ഐറ്റംസും ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നാൽ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചുട്ടെടുക്കുക. അപ്പോൾ അതിനൊരു ടിപ്പ് ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു 3-4 മണിക്കൂർ ഞാൻ പച്ചരി നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിൽ നിന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ മെഷർമെൻറ്റ് എടുക്കാട്ടെ. ഞാനിപ്പോൾ 2 ഗ്ലാസ് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേ ക്ലാസ്സിന് തന്നെ വെളുത്ത അവൽ നന്നായിട്ട് കഴുകി 1 ഗ്ലാസ് അവൽ 10 മിനിറ്റ് ഒന്ന് കുതിർത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് തേങ്ങ, നമ്മൾ പച്ചരി എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് തേങ്ങയും ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഞാൻ പച്ചരി എടുത്തത് 2 കപ്പാണ്. അതേ കപ്പിന് തന്നെ 1 കപ്പ് വെളുത്ത അവൽ, അല്ലാന്നുണ്ടെങ്കിൽ ചോറ് കൊടുക്കുക കേട്ടോ. വെളുത്ത അവൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഓളം പഞ്ചസാരയും കൂടി എടുത്ത് നന്നായിട്ട് അരച്ചതാ പേസ്റ്റാക്കി അരച്ചിട്ട് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് പൊളിച്ച് പൊന്താനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. ഇത് കീറിയിട്ട് പൊട്ടിച്ചിട്ടൊന്നുമില്ല, ഞെട്ടോട് കൂടിയിട്ടുള്ള മുഴുവൻ പച്ചമുളക് 3 എണ്ണം ഞാൻ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് ഇത് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് നന്നായിട്ട് സോപ്പ് പത പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഓവറായിട്ട് പൊന്തി വരില്ല, പക്ഷെ നല്ല പതഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് മാവ്. അപ്പോൾ ഇതാ നമ്മൾ ചുടുന്ന നേരത്തിന് ഇപ്പോൾ ഞാൻ ഈ ഒരു പച്ചമുളകൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത് ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. കറികളിലേക്കൊക്കെ ഉപയോഗിക്കാം. ഒന്നും പറ്റിയിട്ടില്ല ഈ ഒരു പച്ചമുളകിന്. അപ്പോൾ അത് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ അരച്ച് വെച്ചതും ഇപ്പം അത് കണ്ടില്ലേ, നല്ല സോപ്പ് പത പോലെ ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ അപ്പത്തിൻ്റെ മാവ്. നമ്മളിതിലേക്ക് എക്സ്ട്രാ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സാധാ വെള്ളയപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ അപ്പച്ചട്ടി വെച്ച് കൊടുക്കുക. ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചുറ്റിച്ചിട്ട് ഇങ്ങനെ ഹോൾസ് വന്ന് തുടങ്ങുന്ന ടൈമിൽ അടച്ച് മൂടി കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും കട്ടിയില്ലാത്ത അപ്പം ചുട്ടെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. നമുക്കിത് കൈ കൊണ്ട് തന്നെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇതേപോലെ റിമൂവ് ചെയ്ത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഓരോന്നും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വെള്ളയപ്പം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എപ്പോഴും ഈ ഒരു അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം ഞാനിതാ എല്ലാ അപ്പവും ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ, നമ്മളിങ്ങനെ ഒരു കയ്യിന് ഇങ്ങനെ ചുരുട്ടിയെടുക്കാനുള്ളതുള്ളൂ കേട്ടോ. അത്രയും സോഫ്റ്റാണ് അപ്പം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആക്കിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തീ കുറച്ചധികം നേരം ചട്ടിയിലിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളി ഒരു പൊട്ടറ്റോ കറിയാണ് ഞാൻ കാണിക്കുന്നത്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കറിയാണ് ഇട്ടത്. അപ്പോൾ അതിനായിട്ട് ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ്, അതേപോലെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, സാധാ തുവരപ്പരിപ്പില്ലേ സാമ്പാറിനൊക്കെ എടുക്കുന്നത്, അത് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പും സാധാ പരിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നോട്ടാ. ആ ഒരു ടൈമിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 വറ്റൽമുളക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആകെ ഒരു പൊട്ടറ്റോ കറിക്ക് 1 പൊട്ടറ്റോണ് ഇട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 8 ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള അത്രയും കറി നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു സവാള, മീഡിയം സൈസിലുള്ള ഒരു സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അത്യാവശ്യം ഒന്ന് വാടി വരണം കേട്ടോ. സവാളയും ഇഞ്ചിയൊക്കെ ഇതിൽ കിടന്നിട്ട് അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം. അതുവരെ തീ കുറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു കറി എക്സ്ട്രാ ഒരു ടേസ്റ്റും അതേപോലെ ഈ കറിക്ക് നല്ലൊരു തിക്നെസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2.5 ടീസ്പൂണോളം കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 കപ്പോളം വെള്ളം കട്ടയ്ക്ക് ഉടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകി കട്ട കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. വീണ്ടും ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം
ഒരുപാട് കട്ടിയാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഇതാ ഒരു 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 2.5 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ടില്ലേ ഞാൻ ഉരുളക്കിഴങ്ങും അതേപോലെ ഒരു പകുതി ഒരു ചെറിയ ഒരു മീഡിയം സൈസ് ക്യാരറ്റിന്റെ പകുതി വേവിച്ചതാണ് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ഇട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്താണ്. അത് ഇതേപോലെ ഒന്ന് ഫോർക്ക് വെച്ച് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ശരിക്കും ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു പൊട്ടറ്റോ കറിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് അല്ലേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പൊട്ടറ്റോയുടെ ആ ഒരു കറിക്ക് പൂരിക്കും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളി നല്ല ടേസ്റ്റിൽ കിട്ടുന്ന ഒരു കറിയാണിത്. ഇതിൻ്റെ ആ ഒരു ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ. ഇനി പൊട്ടറ്റോ ആ ഒരു മിക്സും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. കാരണം കടലപ്പൊടിയുടെ ആ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് മാറണം. അതുകൊണ്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വരൂട്ടെ. ഇരിക്കും തോറും നമ്മൾ കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാറൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇടിയപ്പത്തിനായാലും പൂരിക്കായാലും അതേപോലെ ചപ്പാത്തി ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് പൊട്ടറ്റോ ഒന്നും വേണ്ട ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് കടലപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു കറി കുറച്ച് പൊട്ടറ്റോ മാത്രം മതി. പിന്നെ ഞാൻ ക്യാരറ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. അത് ഓപ്ഷണലാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു വെളുത്തുള്ളി ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു കറിക്ക്. ഞാനിപ്പോൾ ഈ അപ്പത്തിനാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു അപ്പത്തിനും നല്ല ടേസ്റ്റാണ്, വെള്ളയപ്പത്തിനൊക്കെ. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മറക്കാണ്ട് ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. വീട്ടിൽ പാർട്ടിയൊക്കെ വെക്കുമ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് മറക്കാണ്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറക്കാണ്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.